ഹലോ എവരിവൺ. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാനഡയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസായ ബാൻഫ് എന്ന സിറ്റിയിലാണ്. ബാൻഫ് ടൂറിസ്റ്റ് പ്ലേസാണ്. ബാൻഫ് കനേഡിയൻ റോക്കീസ്, ജാസ്പർ നാഷണൽ പാർക്ക്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വിസിറ്റ് ഇൻ കാനഡയാണ്. ഈ ബാൻഫ് ലൊക്കേറ്റ് ചെയ്യുന്നത് ആൽബർട്ട പ്രൊവിൻസിലാണ്. ആൽബർട്ട കാൽഗരി എന്ന സിറ്റിയിലാണ്. കാനഡയിലെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ഈ ബാൻഫ് നാഷണൽ പാർക്ക്. ഇത് എസ്റ്റാബ്ലിഷ് ആയത് 1885 വൺ ഓഫ് ദി നാച്ചുറൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ഓഫ് നോർത്ത് അമേരിക്കയാണ് ഈ ബാൻഫ്. ദി വ്യൂസ് ആർ ഇൻക്രെഡിബിൾ. ഇവിടെ കാണാൻ മനോഹരമായ മൗണ്ടൻസും ഗ്ലേഷ്യേഴ്സ്, വാട്ടർഫോൾസ്, ലേക്സ്, ലോട്ട്സ് ഓഫ് ഗാർഡൻസ് ആൻഡ് വൈൽഡ് ലൈഫ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ലോട്ടാണ്. ഇനി നെക്സ്റ്റ് സൾഫർ മൗണ്ടിൻ്റെ ടോപ്പിൽ പോവുകയാണ്. ഈ സൾഫർ മൗണ്ടിൻ്റെ ടോപ്പിൽ പോകുന്നത് ഗൊണ്ടോളയിൽ കൂടിയാണ്. അപ്പോൾ ഗൊണ്ടോളയിൽ കയറാൻ പോവുകയാണ്. ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ്. ഹോളിഡേ ആയതുകൊണ്ട് നല്ല ബിസിയാണ്. ഈ കാണുന്നതാണ് ഗൊണ്ടോള. അതിൽ 4 പേഴ്സൺസ് കപ്പാസിറ്റി ഉണ്ട്. ഈ ഗൊണ്ടോളയിൽ കൂടിയാണ് നമ്മൾ ഈ സൾഫർ മൗണ്ടൻ്റെ ടോപ്പിലെത്തുന്നതും തിരികെ ഡൗണിലെത്തുന്നതും. ആ കാണുന്നതാണ് ഗൊണ്ടോളയുടെ ട്രെയിൽ. ഇപ്പോൾ സീസണാണ്. എല്ലാ വർഷവും മില്യൺസ് ഓഫ് വിസിറ്റേഴ്സ് ഇവിടെ വരാറുണ്ട് ഈ ബാൻഫ് നാഷണൽ പാർക്കിൽ. എസ്പെഷ്യലി USA നിന്നും കാനഡയിലെ എല്ലാ ഭാഗത്തു നിന്നും ഓൾ ഓവർ ദി പ്ലേസിൽ നിന്ന് ഇവിടെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് ഗൊണ്ടോള. ടോപ്പിലോട്ടും പോകുന്നുണ്ട്, തിരിച്ച് ഡൗണിലോട്ടും. അപ്പോൾ നമ്മൾ ഈ ഗൊണ്ടോളയിൽ കൂടി കയറിയാണ് അതിൻ്റെ ടോപ്പിലെത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഗൊണ്ടോളയിൽ കയറാനുള്ള പാസ് എടുക്കുന്നത്. ഇവിടെ പാസ് എടുക്കുന്നിടത്ത് നല്ല ലൈനപ്പ് ഉണ്ട്. ഇന്ന് $90 പെർ പേഴ്സണാണ് ടിക്കറ്റ്. നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ സൾഫർ മൗണ്ടിൻ്റെ ടോപ്പാണ് കാണുന്നത്. ഏകദേശം 2300 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഗൊണ്ടോള. 8 മിനിറ്റ്സും കൊണ്ട് നമുക്ക് ടോപ്പിൽ എത്തിക്കും. അപ്പോൾ ഞങ്ങൾ ലൈനപ്പിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങുന്നു. ടിക്കറ്റ് വാങ്ങിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനിയും ഗൊണ്ടോളയിൽ കയറാൻ വേണ്ടി ഇവിടെ ലൈനപ്പാണ്. ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. നമ്മൾ എത്ര വന്നാലും ബോറടിക്കാത്തൊരു പ്ലേസാണിത്. ഫസ്റ്റ് ടൈമായിട്ട് ഈ ഗൊണ്ടോളയിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്കെയറി ആയിരിക്കും. ഇതാണ് ഗൊണ്ടോളയുടെ ട്രെയിൽ. ഇവിടെ നിന്നുള്ള പനോരമിക് വ്യൂസ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അപ്പോൾ നമ്മൾ സൾഫർ മൗണ്ടിൻ്റെ ടോപ്പിലേക്ക് പോവുകയാണ്. അപ്പുറത്തെ ട്രെയിലിൽ കൂടി കണ്ട് അവിടുത്തെ
സൾഫർ മൗണ്ടനെല്ലാം കറങ്ങി അടിച്ചിട്ട് ആൾക്കാർ തിരികെയും വരുന്നുണ്ട്. കൊണ്ടുള്ളതിലിരുന്ന് നമുക്ക് ഈ മൗണ്ടനിൻ്റെ ടോപ്പെല്ലാം കാണാൻ പറ്റും. അങ്ങനെ 8 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ സൾഫർ മൗണ്ടൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ടോപ്പിലൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിൽ ഗിഫ്റ്റ് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈം 12:30 ആയി. ലഞ്ച് ടൈമാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ബുഫേ മാത്രമേ ഉള്ളൂ. ബുഫേയാണ് ഇവിടെ. ഞങ്ങൾ
ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി ഡെസേർട്ടാണ്. ഡെസേർട്ട് ഞാനെടുത്തത് ബ്ലൂബെറി ചീസ് കേക്ക് ആൻഡ് ലെമൺ കേക്കാണ്. ബ്ലൂബെറി ചീസ് കേക്ക് ഈസ് സോ യമ്മി. ഈ മൗണ്ടൻ്റെ മുകളിൽ കാണുന്ന വൈറ്റിഷ് പാർട്ട് ഐസാണ്. ഐസ് ഇതുവരെ മെൽറ്റായിട്ടില്ല. ഈ കാണുന്ന പാത്വേയിൽ കൂടി നടന്ന് നമ്മൾക്ക് മുകളിൽ ഇതിൻ്റെ ടോപ്പിലെത്തണം. ലഞ്ച് ഇപ്പോൾ നല്ല ടയേർഡായി. നെക്സ്റ്റ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാസ്കേഡ് ഓഫ് ടൈം ഫ്ലവർ ഗാർഡനിലാണ്. ഇവിടെ നല്ല പീസ്ഫുള്ളും ക്വയറ്റുമാണ്. നമുക്ക് കുറേ സമയം റെസ്റ്റ് ചെയ്യാം. ഇവിടെ സോ മെനി വെറൈറ്റി ഓഫ് സ്റ്റോൺ ഉണ്ട്, വോക്ക് വേസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, സോ മെനി കളർ ആൻഡ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ ടൈം 5 o'clock ആയി. ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ കുറേ ഉണ്ട്. ലേക്സ്, ഫോൾസ് ഒന്നും നമ്മൾ പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ബാൻഫിൽ വന്നാൽ 3 to 5 days ഇവിടെ സ്റ്റേ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ബാൻഫ് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാൻഫ് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തു. ഈ കാണുന്നതാണ് ബാൻഫ് സിറ്റി.
ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്, subscribe it. Thank you so much for watching and keep on watching. See you next time with a new video. Bye guys.